ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് വാരി തന്നതല്ലേ, അപ്പം ഞാനൊന്ന് വാരി തന്ന് നോക്കട്ടെ. ടീമേ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ടൈം 4 മണിയായിട്ടാ. ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മച്ചി ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാച്ചാറ്, തൈര് ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കറി മേടിച്ചിട്ടുണ്ട് കേട്ടോ, പാർസൽ. അമ്മച്ചി പറഞ്ഞിട്ട് മേടിച്ചതാ. വീട്ടിൽ നിന്ന് കറിയൊന്നുമില്ല. അമ്മച്ചി ഫോൺ ചെയ്തപ്പോൾ തൈര് ചാറുണ്ടാക്കണമെന്ന് പറഞ്ഞത്. അമ്മച്ചേ അമ്മച്ചി ആയാ എന്താ സംഭവം? ചാറ്, ചാറ് തിളച്ചിട്ടുള്ള ചൂടാണ് ഇപ്പ. കറി എന്താ? കറി നീ ബീഫ് കഴിച്ചു വരാന്നല്ല. ബീഫ് പറയുക. ഒന്ന് പറഞ്ഞ ക്യാമറ നോക്കി പറഞ്ഞേ. ബീഫ് ഫ്രൈ. അങ്ങനെ പറ. ബീഫ് ഫ്രൈ എന്ന് അമ്മച്ചിക്ക് പറയാൻ അറിയാമല്ല. അപ്പോൾ ബീഫ് ഫ്രൈ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഉണ്ട്, അത് ബീഫ് കൂട്ടില്ല. ചിക്കൻ ഇന്നലത്തെ അല്ലേ? അവൻ ചാറെടുത്തോ അമ്മച്ചി? അവൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ബീഫ് ഫ്രൈക്ക് ഒരു പാത്രം എടുക്കാം. ചാറ് ചൂടുണ്ടായിട്ട് നോക്കിയെടുക്കണം. നോക്കിയെടുത്തോ. അപ്പോൾ നമ്മുടെ തൈര് ചാറ് ഇവിടെ അമ്മച്ചി അടിപൊളി തൈര് ചാറാണ് കേട്ടോ. അമ്മച്ചിയുടെ തേങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉച്ചക്കരി. പിന്നെ നമുക്ക് വേണ്ടത് ചോറുണ്ടോ, നല്ല അടിപൊളി ചോറ്. കുറച്ച് ചോറ് എടുത്തിട്ടുള്ളത് കഴിക്കാം. ഇത് ബീഫ് ഫ്രൈ ഹോട്ടലിൽ നിന്ന് മേടിച്ചതാ. ഹോട്ടലിൽ നിന്ന് കിടക്ക് മേടിക്കണ്ടേ അല്ലേ? ഞണ്ടൊക്കെ വലിച്ചതല്ലേ? വേണ്ട, നമുക്ക് ബീഫ് ഫ്രൈ പൊട്ടിച്ചിടാം. കൊതിക്കരുതട്ടോ ആൾക്കാർ. വീട്ടിൽ ഊണല്ലേ? ഇത് സൽക്കാര ഹോട്ടലിൽ നിന്നാ. എങ്ങനെയാണ് അമ്മച്ചി? 100 രൂപയുടെ ബീഫാണ്. നമ്മൾ ബീഫ് മേടിച്ച് ഇത്രയും കിട്ടുക? ഒരെണ്ണം 100 രൂപ നഷ്ടമാണോ? ഒരുപാടുണ്ടാവും. രണ്ടാമത്തെ ബീഫ് ഫ്രൈ മേടിച്ചിട്ടുണ്ട്. 200 രൂപ. എന്തിനാ ഇത് മാത്രം മേടിച്ചിട്ട്? ബീഫ് ഫ്രൈ നോക്കിയേ. അടിപൊളി ബീഫ് ഫ്രൈ അല്ലേ? ബീഫ് കഴിക്കൂല. കഴിക്കും, വല്ലപ്പോഴും കഴിക്കുള്ളതുണ്ട്. നമുക്ക് ഇത്തിരി മോരിയാറിയുടെ തൈര് ചാറ് അല്ലെങ്കിൽ തേങ്ങാച്ചാറെന്ന് പറയും. ഇതണ്ട, കുറച്ച് അധികം ഇട്ടാൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ എൻ്റെ പൊക്കത്തേക്ക് ഇങ്ങനെ നോക്കുക. അമ്മച്ചി ഇത്തിരി തരട്ടെ? എനിക്കിപ്പോൾ വേണ്ട. കുറച്ച് കഴിക്കൂല. ചെറിയ കഷ്ണം കഴിക്കണം. അടിപൊളി ബീഫ് ഫ്രൈയും തണുത്ത ചോറും മോര് ചാറും അടിപൊളിയാണ്. പക്ഷേ സൗണ്ട് ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. ഒറിജിനലി സൗണ്ട് കട്ടായി പോയി. അപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോണേ കേട്ടാ. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇത്തിരി ചാറ് കൂടുതലെടുക്കും കഴിക്കുമ്പോൾ എപ്പോഴും. ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണ് ടീമേ. കണ്ട ഒടുക്കത്തെ ടേസ്റ്റാണ്. ബീഫ് ഫ്രൈ ഒക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. തോപ്പുംപടിയിലെ സൽക്കാര ഹോട്ടലിൽ നിന്ന് മേടിച്ചാണ്ടാ. അവിടെ പണ്ട് തുടങ്ങി ഞാൻ ഓർമ്മ വെച്ചാലും തുടങ്ങി ബീഫ് ഫ്രൈ അടിപൊളിയാണ്. പിന്നെ BDFും ബീഫ് റോസ്റ്റും ബിരിയാണിയൊക്കെ അടിപൊളിയാണ് കടയിൽ. ഇത് 2 ബീഫ് റോസ്റ്റാണ് കേട്ടോ. 2 ബീഫ് റോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 6 പേർക്ക് കഴിക്കാം. പിന്നെ മോരിയാറൊക്കെ വീട്ടിലുണ്ടാക്കിയത് തേങ്ങാച്ചാർന്ന് കൊച്ചിക്കാർ പറയും. അപ്പോൾ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട. വന്നും പോയൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അടിപൊളിയാണ്. ബീഫ് ഫ്രൈ നല്ല കറുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സമയം എടുത്താണ് ഇത് കുക്ക് ചെയ്തേക്കണത്. അപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ടയും കൂടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. എനിക്കിഷ്ടം ചോറും കൂട്ടി കഴിക്കാനാണ്. ചോറും കൂട്ടി കഴിക്കുമ്പോൾ ഇതുപോലെ ഒരു മോരിയാറ് വേണം കേട്ടോ. അപ്പം അമ്മച്ചി പറയണ അടിപൊളിയായിട്ടുണ്ട്. എന്തെങ്കിലും വീഡിയോസൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണമെന്നാണ് അമ്മച്ചി പറയണത്. ഈ വീഡിയോൻ്റെ ഒറിജിനൽ വോയിസ് കട്ടായിപ്പോയി. അത് റെക്കോർഡായില്ല. അതുകൊണ്ടാണ് ഞാൻ ഡബ് ചെയ്ത് വിടുന്നത്. ഒറിജിനൽ ഓഡിയോ ഉണ്ടെങ്കിലാണ് വീഡിയോ കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷമാണ്
രണ്ടാമത് പിന്നെ പിടിക്കാനും പറ്റില്ല. എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റിയപ്പോഴാണ് ശബ്ദമില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒറിജിനൽ ശബ്ദത്തോടെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും.